ഓഫർ തട്ടബൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസ്. പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രനെ പ്രതി ചേർത്തത്. കേസിലെ മൂന്നാം പ്രതിയാണ് CN രാമചന്ദ്രൻ. കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. പോലീസ് പ്രാഥമിക പരിശോധന പോലും നടത്തിയില്ല. താൻ രക്ഷാധികാരിയല്ലെന്നും ഉപദേശകൻ മാത്രമാണെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഈ സംഘടനയുടെ ആദ്യത്തെ മീറ്റിംഗിലാണ് എന്നോട് പറഞ്ഞത് അഡ്വൈസർ ആകണമെന്ന് പറഞ്ഞു. അഡ്വൈസറായി. പക്ഷേ കഴിഞ്ഞ ജൂണിൽ മുതൽ ഞാൻ ഇവർ പണം പിരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ആ സ്ഥാനം പിരിഞ്ഞു. അഡ്വൈസറാണെന്നല്ല എഴുതി കൊടുത്താണ്. ഞാൻ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തതാണ്. ആ കേസ് അതുപോലെ തന്നെ പോലീസ് അക്സെപ്റ്റ് ചെയ്താണ് FIRൽ പേരിട്ടേക്കണം. ഇനി അവർ എൻക്വയറി നടത്തും. പക്ഷേ അന്നേരത്തേക്കും നമ്മുടെ പേര് ദോഷം ഉണ്ടാവും. ആവശ്യമില്ല പേര് എനിക്ക് ദുഷ്പേരുണ്ടാവും. പോലീസ് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ FIR ഇടുന്നത് ശരിയല്ല. പക്ഷേ അതുപോലും ചെയ്യാൻ അവർ വെരിഫൈ ചെയ്യാൻ പോലും തയ്യാറില്ല. ഒരു രേഖ ചോദിച്ചിട്ടില്ലായിരിക്കും. കഴിഞ്ഞ രക്ഷാധികാരി ഒരിക്കലും ആയിരുന്നിട്ടില്ല. ഒരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെയാണ് FIR പേര് ചേർക്കുന്നത്. അതിനെന്താ അതാണ് നമ്മുടെ വ്യവസ്ഥിതി എങ്കിൽ പോലീസിന്റെ നിലവാരം അതാണെങ്കിൽ എന്താ എനിക്ക് പറയാനുള്ളൂ? എനിക്കൊന്നും പറയാനില്ല. അറിയില്ല മോനെ, ഇതിന്റെ അടിയൊഴുക്ക് വല്ല മുനമ്പോ ഉദ്ദേശമാണോ എന്ന് എനിക്കറിയില്ല. മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഷംസീറും കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണും വിവരങ്ങൾ നൽകും. ആദ്യം ഷംസീറിലേക്ക് പോവുകയാണ്. ഷംസീർ, ഏത് സംഘടനയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്? CN രാമചന്ദ്രൻ നായർക്കെതിരെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. സ്നേഹ, KSS അങ്ങാടിപ്പുറം എന്ന സംഘടനയാണ് ഈ നാഷണൽ NGO കോൺഫെഡറേഷനെതിരെ പരാതി കൊടുത്തത്. ഈ പരാതിയിൽ പറയുന്നത് 34 ലക്ഷം രൂപ 2024 ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിൽ വരെ കൈപ്പറ്റി വഞ്ചിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരിൽ നിന്ന് സ്കൂട്ടറും തയ്യൽ മെഷീനും ഒപ്പം തന്നെ ലാപ്ടോപ്പും ഒക്കെ നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഇത്രയും തുക വാങ്ങി വഞ്ചിച്ചുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും ഇതിന്റെ ഭാരവാഹികൾക്കെതിരെയാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒപ്പം തന്നെ രക്ഷാധികാരിയായ CN രാമചന്ദ്രൻ നായർ എന്ന പരാമർശം കൂടി പരാതിയിലുണ്ട്. രക്ഷാധികാരിയായ എന്ന പരാമർശം തന്നെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ പോലീസ് CN രാമചന്ദ്രൻ നായരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. മൂന്നാം പ്രതിയായാണ് CN രാമചന്ദ്രൻ നായരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതി ആനന്ദകുമാറും അനന്തകൃഷ്ണനും 1ഉം 2ഉം പ്രതികളും. മൂന്നാം പ്രതിയായി CN രാമചന്ദ്രൻ നായരും ഈ കേസിലേക്ക് വരുന്നത് രക്ഷാധികാരി എന്ന പ്രയോഗം ഈ പരാതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 3 പ്രതികൾക്കും ഒരേ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ഈ 3 പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. മൂന്നാം പ്രതിയായാണ് CN രാമചന്ദ്രൻ നായർ വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതികരണത്തിൽ കേട്ട പോലെ തന്നെ ഉപദേശകൻ മാത്രമായിരുന്നുവെന്ന് CN രാമചന്ദ്രൻ നായർ പറയുമ്പോൾ ഈ രക്ഷാധികാരി എന്ന ഈ പ്രയോഗമാണ് പരാതിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇത് പരിശോധിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ സംഘടനയുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അവർ പ്രാഥമിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരാതി കൊടുത്തത്. രക്ഷാധികാരി എന്ന് പറഞ്ഞുകൊണ്ട് CN രാമചന്ദ്രൻ നായർക്കെതിരെ കൂടി പരാതി കൊടുത്തത് ഈ ധാരണയ്ക്ക് പുറത്താണ്. അത് പരിശോധിക്കും എന്ന് കൂടിയാണ് ഇപ്പോൾ സംഘടന വ്യക്തമാക്കുന്നത്. മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി സംഘടന ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നാളെ വിശദമായി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കാമെന്നാണ് ഇപ്പോൾ സംഘടന പറയുന്നത്. ഏതായാലും ഒരു റിട്ടയർഡ് ജസ്റ്റിസ് കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നത്. 34 ലക്ഷം രൂപ ഈ സംഘടനയ്ക്ക് സാധാരണക്കാരിൽ നിന്ന് സമാഹരിച്ച തുക നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഈ തരത്തിലൊരു പരാമർശം കൂടി പരാതിയിൽ വന്നതോടുകൂടിയാണ് CN രാമചന്ദ്രൻ നായർ കൂടി, അതായത് രക്ഷാധികാരിയായ CN രാമചന്ദ്രൻ നായർ എന്ന വ്യക്തിയുടെ വിശ്വാസ്യത കൂടി തങ്ങൾ ഇത്രയും പണം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ കാരണമായി എന്ന പരാമർശം ഈ പരാതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തിനൊന്നും വീഴ്ചയുണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പരാതിയിൽ ഓരോ ആളുകളുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ സ്ഥാനമൊക്കെ സൂചിപ്പിക്കുമ്പോൾ കേസെടുക്കുന്ന ഘട്ടത്തിൽ പ്രാഥമികമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. സ്നേഹം.